അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുതെന്ന് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് നീ കേട്ടില്ലായിരുന്നോ? അതുകൊണ്ട് ഇനി അത് വേണ്ട. ചെല്ല്. ചേച്ചിയുടെ മനസ്സിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മുത്തശ്ശി ഒരാളാ. അതിപ്പോ ചേച്ചിക്ക് മനസ്സിലാവില്ല. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. വേദ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കും. പക്ഷേ ഞങ്ങൾ എങ്ങനെ ഉറങ്ങാനാണ്? വേദം കൊണ്ട് നീ പോയല്ലോ. എവിടേക്കാ പോയെന്നറിയാത്ത ടെൻഷൻ കൊണ്ടാ. അയ്യേ, എനിക്കല്ല, അമ്മയ്ക്ക്. അമ്മ ആകെ സങ്കടപ്പെട്ടിരിക്കുക. എടാ, വലിയ വീട്ടിലെ കുട്ടിയാ. നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് അതാണ് കാര്യം. ഇങ്ങനെയുള്ളവരൊന്നും നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് കഷ്ടപ്പെടാനുള്ളവരല്ല. അതുകൊണ്ട് നീ അതിനെ എന്ത് ചെയ്തു? അതിന് ഏറ്റവും ചേരുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടാക്കിയിട്ടു. എന്നാ പിന്നെ ഏറ്റവും നല്ലത് വല്ല മാനസികാശുപത്രിയിലായിരിക്കും. നന്ദിനി, അയ്യോ അമ്മേ, അവക്ക് ഈ താലിന്ന് പറഞ്ഞ ഒരുമാതിരി ഭ്രാന്ത് പോലെയല്ലേ. അതുകൊണ്ടൊരു തമാശക്ക് പറഞ്ഞതാ. അവളുടെ വീട്ടിൽ തന്നെ കൊണ്ടാക്കി. എന്താ പോരെ? ഇനി ആ പേരിൽ ആരും പേടിക്കണം. പ്രത്യേകിച്ച് കുടുംബനാഥനായ സുധാകരൻ മാഷ്. ഇടയ്ക്ക് എഴുന്നേക്കുമ്പോ അമ്മയൊന്ന് പറഞ്ഞേക്കും. അമ്മേ, ലൈറ്റ് ഓഫ് ചെയ്ത് വാതിലടച്ച് നീ ചെന്ന് കിടക്കാൻ നോക്ക്. എനിക്കറിയായിരുന്നു. വർക്ക്ഷോപ്പിൽ വന്ന അച്ഛൻ വഴക്കുണ്ടാക്കാൻ നോക്കിയപ്പോഴേ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? എനിക്ക് വിക്രമേട്ടനെ വലിയ വിശ്വാസം. സന്തോഷ വർത്താനം കേട്ടപ്പോഴേ വെറും കൈയോടെ വരാൻ തോന്നിയില്ല. ശ്രീധരേട്ടനെ ബേക്കറി തുറപ്പിച്ച് രാവിലെ തന്നെ സ്വീറ്റ് ബോക്സ് വാങ്ങിയ ഞാൻ വന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിലേ പിന്നെ മനുഷ്യർക്ക് എന്താ വിക്രമേട്ട സന്തോഷിക്കാനുള്ളത്? ഞാൻ കൊണ്ടുവന്നാക്കാം. വേണ്ട മുത്തശ്ശി, ഞാൻ വെക്കോളൂ. ആ ബാഗില് ഞാനൊരു ഫോൺ വെച്ചിട്ടുണ്ട്. മോൾക്ക് എപ്പോ വിളിക്കാൻ തോന്നിയാലും വിളിക്കണം. വിളിക്കാം. ആ വീട്ടിൽ മോൾക്ക് ഒന്നും സംഭവിക്കില്ല. ഒരാപത്ത് വന്നപ്പോ അവരെല്ലാരും കൂടെ മോളെ രക്ഷിക്കാൻ ഓടി വന്നില്ലേ? ധൈര്യമായിട്ടിരിക്കുന്നേ. കാലത്തിന്റെ ദൈവം പരമശിവനാണ്. കാലന്റെയും കാലനായ മഹാകാലൻ. ആ ഭഗവാൻ ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ ഒരു നിയോഗവും കാണും. ഇനിയെല്ലാം കാലം തീരുമാനിക്കട്ടെ. നന്നായി വരും. ശരി മുത്തശ്ശി. ഈശ്വര. അതെ വിക്രമേട്ട, കൈ ശ്രദ്ധിക്കണോട്ടോ. എന്റെ രാധേ, നിന്റെ കാന്താരി ചമ്മന്തി കലക്കി കേട്ടോ. 2 ദോശ കൂടുതൽ കഴിക്കാനേ തോന്നും. വിക്രമിന്റെ ഭാഗ്യം. എല്ലാ ദിവസവും നല്ല ചമ്മന്തി കഴിക്കാലോ, അല്ലേ രാധേ? എന്താ നീ ഓട്ടോ ഓടിക്കൽ നിർത്തിയിട്ട് ഇവിടെ അടുക്കള പണിക്ക് നിൽക്കാൻ പോകണം? അതെ, അങ്ങനെ നിൽക്കാനുള്ളൊരവസരം വിക്രമേണ്ണും ഏട്ടത്തിമാരും കൂടെ ഉണ്ടാക്കി തന്നാ മതി. ഈ ചമ്മന്തി ഒന്ന് കഴിച്ചേ. ഒന്ന് ഓടുന്നു.
എന്തിനാണ് ഇങ്ങോട്ട് വന്ന്? ഓ, തിരിച്ച് വീട്ടിൽ പോ. ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. ഇതോ? ഇത് നിന്റെ വീടല്ല. അത് പറയാൻ നീ ആരാ? നിനക്കെന്താ ഇവിടെ അധികാരം? ഞാനേ ഈ വീട്ടിലെ മരുമകൾ ആവാൻ പോകുന്നവളാ. എന്നാലേ എന്നിട്ട് സംസാരിച്ചാ മതി. ഞാൻ ഓൾറെഡി മരുമകളായിട്ട് വന്ന് കയറിയവളാ. നീ മിണ്ടാതിരിക്കും. നീ എങ്ങനെയാടി ഈ വീടിന്റെ മരുമോളാവുന്നത്? അത് ഇനി എന്റെ ഭർത്താവിന് മനസ്സിലായില്ലേ? ഭാര്യയ്ക്കും ഭർത്താവിന് ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞു തീർക്കണം. അല്ലാതെ പുറത്തുനിന്നുള്ളവർ ഇടപെടുന്നത് വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. നീ അതിനെങ്ങനെയാടി എന്റെ ഭാര്യയാവുന്നത്? താലി കെട്ടിക്കഴിഞ്ഞ് അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഭാര്യ ഭാര്യ തന്നെയാണ്. ഇനിയും ഇത് പറഞ്ഞ് എന്റെ കൺട്രോൾ നീ കളയരുത്. ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ തൂക്കിയെടുത്ത് നിന്നെ ഞാൻ നിർത്തടാ. പറഞ്ഞ വാക്കനുസരിക്കാതെ അകത്ത് കയറിയിരിക്കാൻ തീരുമാനിച്ചാലേ ബഹുമാനം കാണിക്കാനായി എഴുന്നേറ്റ് വന്ന് നിൽക്കണമെന്നില്ല. ഇരിക്കാം. കമല, എന്തിനാ ഈ ബഹളം? അത് വിക്രം വേദയെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതാ. അവള് രാവിലെ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് സമാധാനത്തോടെ പറഞ്ഞ്. ഇനി എങ്ങനെ സമാധാനത്തോടെ പറയണം കമല? അവ സ്നേഹമുള്ളവനാ. അത് വേദയ്ക്ക് മനസ്സിലായിട്ടുമുണ്ട്. സ്നേഹം ഉരുട്ടി കൊടുത്താ അവളുടെ വിശപ്പ് മാറുമോ? സ്നേഹം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അവന്റെ സ്നേഹം എന്ത് സ്നേഹമാണെന്നാ മുത്തശ്ശി പറയുന്നത്? 4 ഗുണ്ടകൾ വീട്ടിൽ കയറി വന്നപ്പോ അവരെ തിരിച്ചു തല്ലാൻ പോയതാണോ ഈ സ്നേഹം? അവൾ ആ വീട്ടിലില്ലെങ്കിലും അവൻ അത് തന്നെ ചെയ്യുമായിരുന്നില്ലേ? അവൾ ഉള്ളതുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ടുപോയി അവൻ അത് സിനിമാ സ്റ്റൈലിൽ കാണിച്ചു. അവൾക്ക് പകരം അവന്റെ അമ്മയാണ് അവർ ഉപദ്രവിക്കാൻ നോക്കിയിരുന്നെങ്കിലേ ആ സ്ത്രീയെയും അവൻ അവിടേക്ക് കൊണ്ടുപോകാൻ മടിക്കില്ലായിരുന്നു. കഷ്ടം. എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറി ഇറങ്ങേണ്ട ഗതികേടായല്ലോ എന്റെ മകൾക്ക്. പത്മേ, അവളെ വിവാഹം ചെയ്ത ആള് കൊള്ളാവുന്ന ഒരുത്തനാണെന്ന് നാളെ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നാലോ പത്മേ? ഭഗവാൻ ഈ വക കാര്യങ്ങൾക്കൊക്കെ എന്ത് ഇൻട്രസ്റ്റ് ഉള്ളത് മുത്തശ്ശി? എന്തടിസ്ഥാനത്തിലാ ദർശൻ ചേട്ടനെ അയാളെയും തമ്മിൽ മുത്തശ്ശി താരതമ്യം ചെയ്യുന്നത്? ദർശൻ ചേട്ടൻ നാടറിയുന്ന ഒരു ക്രിമിനൽ ലോയർ അല്ലേ? അവൻ 4 ആൾ അറിയുന്ന ക്രിമിനലാ. രണ്ടുപേരുടെയും കൂടെ ക്രിമിനൽ എന്ന വാക്കുണ്ടല്ലോ, അതായിരിക്കും. ഗുണത്തിന്റെ കാര്യത്തിലോ പണത്തിന്റെ കാര്യത്തിലോ ദർശനുമായി എന്തെങ്കിലും സാദൃശ്യം അവനുണ്ടോ മുത്തശ്ശി? മുത്തശ്ശിക്ക് അത് അറിയാവുന്നതല്ലേ? നീ തിരഞ്ഞെടുത്ത് തന്നതാണ് എനിക്ക് ഈ ജീവിതം. ആരും മനസ്സുകൊണ്ട് സ്വീകരിക്കുമെന്ന് കരുതിയല്ല ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ കാരണം ഒരാളുടെ ജീവൻ അപകടത്തിലാവരുതെന്ന് നീയാണ് എന്നെ സ്വപ്നത്തിൽ ഓർമ്മപ്പെടുത്തിയത്. നിന്റെ സന്നിധിയിൽ വെച്ച് നീ കഴുത്തിലിട്ട് തന്ന ഈ താലി 7 ജന്മങ്ങളിലേക്കുള്ളതാണെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ 7 ജന്മവും എനിക്ക് വിധിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു ജീവിതമായിരിക്കും. ചില നേരങ്ങളിൽ എന്റെ മനസ്സ് പിടിവിട്ടു പോവാണല്ലോ ഈശ്വര. ഇത്രയും കാലം എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, ചേട്ടൻ, എന്റെ ദീപ്തി, മുത്തശ്ശി. ഇപ്പൊ എനിക്ക് ആരും ഇല്ലാതായി. ഈ മാരണത്തെ ഒഴിവാക്കാനാവുന്നില്ലല്ലോ. ഒരു അബദ്ധം പറ്റിപ്പോയി. അത് തീർക്കാനല്ലേ അവളെ വീട്ടിൽ കൊണ്ടുവിടാന്ന് വെച്ചത്. എന്നിട്ടിപ്പോ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ വരണോ? നിന്റെ മോൻ തൊട വല്ലാതിരിക്കുന്നത്. വില പറഞ്ഞുറപ്പിച്ച് അച്ചാരം വാങ്ങിയ ഭൂമി സഹകരണ ബാങ്ക് ജപ്തി ചെയ്ത് കഴിഞ്ഞതാ എന്ന് അറിയുമ്പോഴുള്ള ടെൻഷനാണല്ലോടാ നിന്റെ മുഖത്ത്.
അല്ലെങ്കിലേ മനുഷ്യൻ ഇവിടെ പിരിയിളകിയിരിക്കുക. താനൊന്ന് പോയേ. നിന്റെ മാത്രമല്ല, ഈ വീട്ടിൽ എല്ലാവരുടെയും പിരി ഇളക്കാൻ തീരുമാനിച്ച് തന്നെ അവൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിനു വേണ്ടി മനഃപൂർവ്വം ഞാൻ കൊണ്ടുവന്നാണോ? തിരിച്ചു കൊണ്ടുവന്നാക്കിയതല്ലേ? എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത്? നിങ്ങൾ കണ്ടതല്ലേ? അവൾ എന്തായാലും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന സ്ഥിതിക്ക് അതത്ര നല്ല ഉദ്ദേശത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അവക്കെന്തോ ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം? ഞാൻ ചെയ്തതിനുള്ള കോമ്പൻസേഷൻ അതിന് എന്റെ കയ്യിൽ എന്ത് അടുപ്പാണുള്ളത്? അവളെ പോലൊരു പെണ്ണ് പണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ പ്രതികാരം ചെയ്യാനാണെങ്കിലോ? പ്രതികാരോ? എന്നോടോ? നല്ല കാര്യമായി. ഞാൻ ആരാണെന്നും എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എടാ, പെണ്ണിന് പക വന്ന ആണ് എത്ര കൊമ്പത്തെ കേമനാണെങ്കിലും അവൾ അത് വീട്ടിയിരിക്കും. കറക്റ്റാ. നിന്റെ അക്രമം കൊണ്ടൊന്നും പെണ്ണുങ്ങളെ തളയ്ക്കാൻ പറ്റില്ല. പൊതുമധ്യത്തിൽ പട്ടാ പകല നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് അത് അവളെ അപമാനിക്കുന്നതിന്റെ മാക്സിമം അല്ലേ? എടാ, ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു എന്ന കുറ്റത്തിന് ദുര്യോധനന്റെ നെഞ്ചിലെ ചോര കൊണ്ട് നനയ്ക്കാതെ മുടി കെട്ടിവെക്കില്ലെന്ന് ഗാന്ധാരി ശപഥം ചെയ്തത് ഓർമ്മയുണ്ടോ? ഗാന്ധാരി അല്ലടി, ആരായാലും പെണ്ണല്ലേ. അത് തന്നെ. പെണ്ണൊരുമ്പിട്ട ബ്രഹ്മനും തടയാൻ പറ്റില്ലെന്നാ. അപ്പൊ അവള് പാഞ്ചാലി, ഞാൻ ദുര്യോധനൻ അല്ലേ? പോയിന്റ് അതല്ല വിക്രം. നമ്മുടെ രാജ്യത്തെ നിയമം സ്ത്രീകൾക്ക് അനുകൂലമാ. അപ്പോ പാഞ്ചാലിയുടെ ശപഥം പോലെ നിയമം വഴി നിന്നെ പൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളതെങ്കിലോ? എല്ലാരും കൂടെ എന്റെ ബിപി കയറ്റി എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അവളെ കുത്തി കുത്തി കുത്തി. ബ്രോ, കൂൾ മാൻ, നമുക്ക് നാളെ. അതെ, ആദ്യം ബിപി കുറയട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. അയ്യടാ, ബാക്കിയുള്ളവരുടെ ഉറക്കം കളഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ? വീട്ടുകാര് വിളിച്ച് അകത്ത് കിടത്തിയെങ്കിലും അറ്റ്ലീസ്റ്റ് കൊതുകെങ്കിലും അതിന്റെ പണി ശരിക്കും എടുക്കുന്നുണ്ടല്ലോ. അതിനോടെങ്കിലും നന്ദി പറയണം. അയ്യോ, എഴുന്നേക്കണ്ട. മര്യാദയൊക്കെ മനസ്സിലുണ്ടായാൽ മാത്രം മതി. വെള്ളം വേണോ? അതിന് നീ വെള്ളം കുടിക്കാറില്ലല്ലോ, മറ്റുള്ളവരെ കുടിപ്പിക്കാറില്ലേ ഉള്ളൂ. എങ്ങനുണ്ട് ഇവിടത്തെ കിടത്തമൊക്കെ? നല്ല സുഖമല്ലേ? ഓടിട്ട വീടായതുകൊണ്ട് നിലത്തെപ്പോഴും ഒരു തണുപ്പുണ്ടാവും. പിന്നെ കാറ്റും കൊതുകളുടെ പാട്ടും ഇടയ്ക്കിടയ്ക്ക് തലോടുന്ന പാട്ടുകളും നെറ്റിയിൽ തൂവുന്ന പല്ലിമൂത്രമൊക്കെ ആയിട്ട് നല്ല ജോറായിരിക്കും. നീ അടിച്ച് പൊളിക്കും. ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല. നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങും. അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ വിട്ടിട്ട് ഈ മണ്ടത്തരം കാണിക്കേണ്ട ഒരു കാര്യമില്ല. ദൈവം നിനക്ക് ബുദ്ധി തന്നില്ല, പക്ഷേ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ലക്ഷറിയോടെ ജീവിക്കാനുള്ള ഭാഗ്യം തന്നില്ലേ? അതെന്തിനാ ഒഴിവാക്കുന്നേ? ഒരു 10 മിനിറ്റ് മതി, നിന്നെ ഞാൻ അവിടെ കൊണ്ടു. എന്റെ കയ്യിൽ നിന്ന് എരന്ന് വാങ്ങാൻ വേണ്ടി വരിക. അല്ലടി, എരന്ന് വാങ്ങാനല്ല, ഒട്ടിച്ച് പുറത്തിറക്കാനാ ഞാൻ പോകുന്നത്. മര്യാദയ്ക്കൊന്ന് ഉപദേശിച്ച് വിടാന്ന് കരുതിയപ്പോ നീ എന്റെ ചോര കുടിച്ച് അടങ്ങുമല്ലേ? ഞാൻ മോശമായ വളരെ മോശമാണ്. ഞാൻ തന്നെക്കാളും മോശവും. അത് വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും. ശ്രീചേച്ചി, അമ്മ എവിടെ ചേച്ചി? അച്ഛന് ചായയും കൊണ്ട് പറമ്പിലേക്ക് പോയി. എന്താടി? ചേച്ചി ഒന്ന് വന്ന് നോക്കി. മോനെ എത്രയെന്നറിയോ? എന്നിട്ട് ഇതുവരെ എണീറ്റിട്ടില്ല. പൂത്ത് പോലെ കിടന്നുറങ്ങുക. ആര്? വേറെ ആര്? ഇവിടെ പുതിയതായിട്ട് കയറി വന്ന കെട്ടിലമ്മയില്ലേ, അവള് തന്നെയാ. 6 മണി കഴിഞ്ഞ് 1 മിനിറ്റ് കിടന്നുറങ്ങാൻ നമ്മളെ അമ്മ സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതിപ്പോ അച്ഛൻ പറമ്പിന്ന് വരുമ്പോഴേക്കും ഈ വീട് മുഴുവൻ അടിച്ചു തുടക്കേണ്ട നമ്മുടെ ജോലിയല്ലേ? അത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ആഹാ, അപ്പൊ അതൊക്കെ നമ്മൾ മാത്രം ചെയ്താൽ മതിയെന്നാണോ? ആ കുട്ടി വന്ന് കയറിയതല്ലേ ഉള്ളൂ. എത്ര ദിവസം ഉണ്ടാവുന്നു ഒരു ഉറപ്പുമില്ല. പിന്നെന്തിനാ നമ്മളത് നോക്കുന്നത്? എന്നുവെച്ചാൽ അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്കും അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നാണോ? പുതിയ സ്ഥലമല്ലേ, പോരാത്തതിന് ഒറ്റയ്ക്കും. രാത്രി മുഴുവൻ കിടന്ന് ഉറങ്ങിക്കാണില്ല. വെളുപ്പിനായിരിക്കും ഒന്ന് കണ്ണടച്ചിട്ടുണ്ടാവുക. ഞാൻ ചെന്ന് വിളിച്ചോളാം, നീ ഇവിടെ നിൽക്ക്. ഇവളുടെ മട്ടും ഭാവമൊക്കെ കണ്ട ആ തീരെ കൊളുത്തി വെച്ചത് ഇവളാണെന്ന് തോന്നുമല്ലോ. ഇനി രണ്ടും കൂടി ചേർന്ന് എനിക്കെതിരെ പുറപ്പാട് തുടങ്ങിയതായിരിക്കോ? കണ്ടറിയാം. കുട്ടി, മോളെ, വേദേ എണീക്ക്. നേരം കുറേ ആയോ?
മണി 8 കഴിഞ്ഞു. ഇത്തിരി നേരത്തെ വിളിക്കായിരുന്നില്ലേ? ഞാൻ അറിഞ്ഞില്ല. സാരമില്ല, എഴുന്നേറ്റ് ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. പാവം. ഒന്ന് കുളിക്കാനൊക്കെ എന്തൊരു സ്ട്രെയിനാ. ആരാത്? ആരാന്നാ ചോദിച്ചേ? അമ്മ ആരാത്? ഞാൻ കുളിക്കാണെന്ന് മനസ്സിലായില്ലേ? നീയോ? നീ എന്തിനാ എവിടെ നിൽക്കുന്നേ? അകത്ത് കുളിക്കാണെന്ന് മനസ്സിലായില്ലേ? പോ. ഞാൻ കുളി മുഴുവനാക്കിയിട്ടില്ലെന്ന്. എന്താടാ? അമ്മ കണ്ടില്ലേ? അവൾ അകത്ത് കയറി പോയത് കണ്ടില്ലേ? ആ കുട്ടി ഉടനെ വരും. അതുവരെ ഒന്ന് ക്ഷമിച്ചു നിന്നൂടെ നിനക്ക്? ഞാൻ ഇങ്ങനെ നിൽക്കണം. വിക്രമ നമസ്കാരം ചേട്ടാ. നമസ്കാരം. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ അവിടെ വരില്ലേ? ഇന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വിക്രമേട്ടനെ കാണാതെ പറ്റില്ലെന്ന് തോന്നി. ആണോ? എന്താ നിനക്കത്ര വാശി? ഇവളുടെ വാശിയല്ല വിക്രമേട്ട, എന്റെ സന്തോഷമാ. ഇക്കഴിഞ്ഞ പരീക്ഷയിൽ എല്ലാത്തിനും ഇവക്ക ക്ലാസ്സിൽ ഫസ്റ്റ്. വിക്രമേട്ടനെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന് ഞാനേ ഇവളോട് പറഞ്ഞു. ജാനകി കാര്യത്തോട്ട് അനുഗ്രഹം വാങ്ങുമോളെ. എന്താ ഇത്? അങ്ങേര് പോയ പിന്നെ ഞാനും മോളും തെരുവിൽ ഇറങ്ങേണ്ടതായിരുന്നു. രാത്രിയില് കതകുമുട്ട് കേൾക്കാതെ അടച്ചുറപ്പോടെ ഇപ്പൊ കിടന്നുറങ്ങാൻ പറ്റുന്നത്, എന്റെ മോളെ പഠിപ്പിക്കാൻ പറ്റുന്നതും ഒക്കെ വിക്രമേട്ടൻ കാരണം. നാട്ടുകാരും വീട്ടുകാരും ഒന്നും ഇല്ലാതിരുന്നപ്പോ ഒരു കൂടപ്പിറപ്പിനെ പോലെ സഹായിക്കാൻ വന്നത് വിക്രമേട്ടൻ മാത്രമാ. ഒരിക്കലും ഞങ്ങളത് മറക്കില്ല. മതി, നിർത്ത്. സാധാരണ മനുഷ്യർക്ക് ചെയ്യേണ്ട കാര്യമേ ഞാനും ചെയ്തിട്ടുള്ളൂ. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. മോള് നന്നായിട്ട് പഠിക്കണം കേട്ടോ. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ഇതാരാ പറഞ്ഞെന്നറിയോ? നെൽസൺ മണ്ടേല. എന്താ അർത്ഥമെന്നറിയോ? വിദ്യയാണ് ഏറ്റവും ശക്തിയുള്ള ആയുധം. അത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാം. വേദയുടെ മുത്തശ്ശിയല്ലേ? അതെ. എന്നാ ഞാൻ ഈ കാലത്ത് എന്താ ഇത്? ബഹുമാനം കൊണ്ടല്ല മുത്തശ്ശി, ഇതിലും താണപേക്ഷിക്കാൻ എനിക്ക് അറിയാത്തോണ്ടാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പോകുമ്പോ ആ വേതാളത്തെ കൂടെ തിരിച്ചു കൊണ്ടുപോകും. ഇതിൽ കൂടുതൽ എനിക്കതിനെ സഹിക്കാൻ വയ്യ. അതുകൊണ്ടാ, പ്ലീസ്. നിങ്ങളല്ലേ അമ്മ. സേഫായിട്ട് ഞാനതിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതല്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ അതിനെ തിരിച്ചയച്ചത്? നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്റെ എരണം കെട്ട നേരത്താ ആ ചരട് അവളുടെ കഴുത്തി കെട്ടാൻ തോന്നിയത്. അതിന് ഞാൻ എത്ര സോറി പറഞ്ഞു. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് ചെയ്യണം? വേലിയിലിരുന്ന് പാമ്പിനെടുത്ത് കഴുത്തി ചുറ്റിയ പോലെ. പ്ലീസ്, ഒന്ന് കൊണ്ടുപോയി തന്ന വലിയ ഉപകാരം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ്.